ഹനാൻ ഷാ എന്ന് പറഞ്ഞൊരു പാട്ടുകാരനുണ്ട്. നെഗറ്റീവ്സ് ഉണ്ടാക്കിയോണ്ടല്ല അദ്ദേഹം ഇവിടെ കത്തി കയറി നിൽക്കുന്നത്. അദ്ദേഹം പാട്ട് പാടാൻ വരുമ്പോ എത്ര ഒരു ജനത്തിരക്ക് കണ്ടു കഴിഞ്ഞാൽ നമുക്കൊക്കെ ഒരു വിസ്മയാണ് നമ്മുടെ കണ്ണുകളിൽ വരിക. അപ്പൊ അത് ഒരിക്കലും അദ്ദേഹത്തിന്റെ ടാലന്റ് അവിടെ കാണിച്ചുകൊണ്ടാണ് പബ്ലിക്കിൽ അത്രയും ഫെയിം ആയിട്ട് നിൽക്കുന്നത്. അപ്പൊ ഞാൻ എപ്പോഴും ക്ലെയിം ചെയ്യും, ഈ ഒരു നെഗറ്റീവ് റീച്ച് കൊണ്ട് എന്താ പറയാ നല്ല പോപ്പുലർ ആവാന്ന് ചിന്തിക്കുന്ന ആളുകള് അതാണ് എക്സിസ്റ്റൻസി എന്ന് പറയുന്നത്. അതാണ് ഞാൻ പറയുന്നത്. യേശുദാസ് എന്ന് പറഞ്ഞ വ്യക്തി അന്നുണ്ട് ഇന്നുണ്ട് നമ്മുടെ മനസ്സിൽ. പക്ഷെ ഈ പറഞ്ഞ നെഗറ്റിവിറ്റി ഉള്ള ആൾക്കാര് കുറച്ച് നാളത്തേക്കേ ഉള്ളൂ എന്ന് മനസ്സിലാക്കുക. അതാണ് ഞാൻ പറയുന്നത്. അത് കഴിഞ്ഞിട്ട് അവർ ചേഞ്ച് ചെയ്യും. ഇനീഷ്യലി ഒരു പുഷ്, അതും ഞാൻ ബിഗ് ബോസിൽ കയറുന്ന കാര്യമല്ല പറയുന്നത്, സോഷ്യൽ മീഡിയയിൽ റീച്ച് കിട്ടി അതിലൂടെ ഒരു ഉപജീവന മാർഗം തേടാൻ വേണ്ടി. അതിപ്പോ ബിഗ് ബോസ് മാത്രമല്ലല്ലോ. ഇനീഷ്യലി പുഷ് കൊടുക്കുന്നതും അത് ഫ്യൂച്ചറിലേക്ക് നല്ലൊരു കാര്യമല്ല. എപ്പോഴും ആ ഒരു നെഗറ്റീവ് സൈഡാണ്. ഇപ്പൊ ഞാൻ പറഞ്ഞുതരാം, നമ്മൾ 100 നല്ല കാര്യം ചെയ്തു കഴിഞ്ഞാലും എന്തേലും ഒരു ചെറിയ തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ അത് ഹൈലൈറ്റ് ചെയ്ത് കാണിക്കാനായിരിക്കും ആളുകൾ കൂടുതലായിട്ട്. ഇതിൽ തന്നെയുണ്ട് ആൻസർ. 100 നല്ല കാര്യം ചെയ്തു പക്ഷെ ആരും ശ്രദ്ധിച്ചില്ല, ഒരു നെഗറ്റീവ് ചെയ്തു, ബൂം. അതെ, അതാണ് ഇവർ യൂസ് ചെയ്യുന്നത് അവരുടെ ബെനിഫിറ്റിന് വേണ്ടി. ആൾക്കാർ ഒരു ഫെയിമിൽ നിൽക്കുന്ന കുറച്ച് വ്യക്തികളുണ്ട്.